വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സീസാറിൽ ഡിവിസിബിലിറ്റി പഠിച്ചു. ഡിവിസിബിലിറ്റി ഓഫ് 2, 3, 4, 5 അല്ലേ. 2ൻ്റെ ഡിവിസിബിലിറ്റി നമുക്കൊന്ന് റീകോൾ ചെയ്യാൻ പെട്ടെന്ന്. ഒരു നമ്പർ 0, 2, 4, 6 ഓർ 8 എൻഡ് ചെയ്താൽ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2. അടുത്ത 3യുടെ ഡിവിസിബിലിറ്റി എന്തായിരുന്നു? ഡിജിറ്റ്സിൻ്റെ സം എടുക്കുന്നു. ഡിജിറ്റ്സിൻ്റെ സമ്മ് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. 4ൻ്റെത് ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുന്നു. ആ ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ യെസ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. 5ൻ്റെത് യൂണിറ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ ആ നമ്പർ 5 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 6ലേക്ക് പോകാം. ഡിവിസിബിലിറ്റി ഓഫ് 6ൽ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന നമ്പറിൻ്റെ പ്രത്യേകത അവർ ഈവൻ നമ്പർ ആയിരിക്കും. അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രം ഡിവിസിബിലിറ്റി 6 ചെക്ക് ചെയ്താൽ മതി. ഓഡ് നമ്പർ തന്നിട്ട് ഡിവിസിബിലിറ്റി ഓഫ് 6 ചോദിച്ചാൽ ആൻസർ ഈസ് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ. ഏത് ഓഡ് നമ്പറാണ് 6 വെച്ച് ഡിവിസിബിൾ ആകുന്നത്? നോ. ഓക്കെ, സോ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ. ഓഡ് നമ്പർ എന്തല്ല? 6 വെച്ച് ഓഡ് നമ്പർ ഡിവിസിബിൾ ആകില്ല. സോ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 6 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രം. നൗ എങ്ങനെയാണ് 6ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 3, ഒരു നമ്പർ 2 വെച്ചും ഡിവിസിബിൾ ആണ്, അതുപോലെ 3 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ അത് 6 വെച്ച് ഡിവിസിബിൾ ആകൂ. സോ നമുക്ക് എന്ത് പറയാം? ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ both 2 and 3, so if a number is divisible by both 2 and 3 അല്ലേ. if a number is divisible by both 2 and 3, ഇപ്പോൾ 2 വെച്ച് ഡിവിസിബിൾ ആയി കഴിഞ്ഞാൽ അത് 6 വെച്ച് ഡിവിസിബിൾ ആകുമോ? ഇല്ല. ഇപ്പോൾ ഞാൻ 4 എടുക്കുന്നു. 4 2 വെച്ച് ഡിവിസിബിൾ ആണ്, പക്ഷേ 4 6 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. ഇനി 9 എടുക്കുന്നു. 9 3 വെച്ച് ഡിവിസിബിൾ ആണ്, പക്ഷേ 9 6 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. സോ ഒരു നമ്പർ 2 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം, അത് 3 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം. എക്സാമ്പിൾ ഞാൻ 12 എടുക്കുന്നു. 12ൻ്റെ പ്രത്യേകത എന്താ? 12 2 വെച്ചും ഡിവിസിബിൾ ആണ്, 12 3 വെച്ചും ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 12 6 വെച്ചും ഡിവിസിബിൾ ആയിരിക്കും. സോ ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 3, അതാണ് ഈ ആൻഡ്. രണ്ടും വേണം. ഒരാളെ വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും വേണം. 2ഉം വേണം, 3ഉം വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് 6 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റൂ. സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? 8 1 5 6 3 2 4. ഈ നമ്പർ 6 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്പർ ഈവൻ ആണ് അല്ലേ, കാരണം 4ലാണ് എൻഡ് ചെയ്യുന്നത്. ഈവൻ ആണ്. ഇനി ഇത് 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, കാരണം 2 വെച്ച് എന്തായാലും ഡിവിസിബിൾ ആണല്ലോ. ഇനി 3 വെച്ച് ഇത് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. എങ്ങനെ നോക്കും? ഡിജിറ്റിൻ്റെ സം എടുക്കാം. ഡിജിറ്റിൻ്റെ സമ്മ് 8 + 1 + 5 + 6 + 3 + 2 + 4. 8 9 14 20 23 2 25 29. ഇവിടെ എന്താ കിട്ടി? 29. 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ദാറ്റ് മീൻസ് ഈ നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. നോട്ട് ഡിവിസിബിൾ ബൈ 3. Therefore എനിക്ക് എന്ത് പറയാം? ഈ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 6. ഈ നമ്പർ 6 വെച്ചും ഡിവിസിബിൾ അല്ല. 3 വെച്ച് ഡിവിസിബിൾ അല്ലെങ്കിൽ പിന്നെ അത് എന്തും അല്ല, 6 വെച്ചും അത് ഡിവിസിബിൾ അല്ല. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോകാം നമുക്ക്. 7 2 4 1 9 3 2. ഓക്കെ, ഈ നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. ഈവൻ ആണ്. ഈവൻ ആണെങ്കിൽ ഇനി 3യുടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. 3യുടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാലോ. ഡിജിറ്റിൻ്റെ സം എടുക്കുക. 7 + 2 9, 9 + 4 13, 13 + 10 23, 23 + 5 28. അല്ലേ, ഞാൻ ഇതിനകത്തൊരു ചേഞ്ച് വരുത്തിയത് 22 ആക്കി.
22 ആക്കി അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്താലോ? 7 + 2 9, 9 + 4 13, 13 + 1 14, 14 + 9 23, 23 + 4 27 അല്ലേ? എനിക്ക് എന്ത് കിട്ടി? സം ഓഫ് ഡിജിറ്റ്സ് 27 കിട്ടി. ദാറ്റ് മീൻസ് യെസ്, ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6. ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി ഡിവിസിബിൾ ബൈ 2 and this number is also divisible by 3. Therefore this number is divisible by 6. എന്ത് പറയാം? ഈ നമ്പർ 6 വെച്ച് ഡിവിസിബിൾ ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ? 7 2 4 1 9 2 2. ഞാൻ എന്ത് ചെയ്യുന്നു? 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ നോക്കാം. 6 1s are 6, 1 2. എനിക്ക് എന്തെഴുതാം? 6 2s are 12. ഞാൻ എന്ത് ചെയ്തു? 4 എടുത്തു. 4നെ എനിക്ക് പറ്റത്തില്ല, ഞാൻ 0 ഇട്ടു. 1 താത്തിറക്കി. സോ 6 6 are 36, 59. ഓക്കെ, 59 എന്തായിരുന്നു? 6 9s are 54. അടുത്തത് എന്ത് കിട്ടും? 52. 6 8s are 48. എനിക്ക് എന്ത് കിട്ടും? 42. 7s are 42 0. So answer is 1206987. 1206987 എനിക്ക് എന്ത് കിട്ടും? യെസ്, കോഷ്യൻറ്റിൽ കിട്ടും. സോ ദിസ് ഈസ് മൈ ഫൈനൽ ആൻസർ. സോ നമുക്ക് എന്ത് കിട്ടി? ഒരു നമ്പർ 2 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6. ഓക്കെ, ഇനി നമുക്ക് 8ലേക്ക് പോകാം. 8. ഓക്കെ, ഡിവിസിബിലിറ്റി ഓഫ് 8. 8 4നെ പോലെ തന്നെയാണ്. 4ന് നമ്മൾ ലാസ്റ്റ് 2 ആണ് എടുത്തതെങ്കിൽ ഇതിന് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുക്കണം. ഓക്കെ, ഐ എം ഗോയിങ് വിത്ത് 729 344. ഓക്കെ, എന്ത് ചെയ്യുക? ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക. അത് 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. ലാസ്റ്റ് 3 ഡിജിറ്റ് 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് 344 അല്ലേ? 344. അതിനെ ഞാൻ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ. 8 4s are 32, 24, 3s are 24. I will be getting 0. 344 is divisible by 8 അല്ലേ? ലാസ്റ്റ് 3 ഡിജിറ്റ് എന്താണ്? ഡിവിസിബിൾ ബൈ 8 ആണ്. സോ ഇഫ് ലാസ്റ്റ് 3 ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8, ഐ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. എനിക്ക് എന്ത് പറയാം? ഈ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ? സോ 8ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുന്നു, അവർ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി, മൊത്തം നമ്പറും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് 3 ഡിജിറ്റ് ചെക്ക് ചെയ്യുമ്പം എന്താണ്? നമുക്കത് 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ദ ഹോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. ഓക്കെ, നമുക്ക് ഒരു നമ്പറോടെ ചെക്ക് ചെയ്യാം. യെസ്, വലിയ നമ്പർ. സോ ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് 3 ഡിജിറ്റ് 728 ആണ്. 728 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം അല്ലേ? സോ 8 9s are 72 അല്ലേ? ഞാൻ 8 താത്തിറക്കി. 8 1s are 8 അല്ലേ? എനിക്ക് എന്ത് കിട്ടി? യെസ്, 728 ഈസ് ഡിവിസിബിൾ ബൈ 8. 728 എന്താണ്? ഡിവിസിബിൾ ബൈ 8 ആണ്. Therefore, I can conclude that the whole number is divisible by 8 എന്ന് എനിക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ എവരി വൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് നമ്മൾ പഠിച്ച ഡിവിസിബിലിറ്റി. ഓക്കെ, ഡിവിസിബിലിറ്റി ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്, നമുക്ക് കുറച്ചെങ്കിലും കൺഫ്യൂഷൻ വരുന്ന ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് 7 and 13 മാത്രമാണ്. അതുകൊണ്ടാണ് ഞാനത് അവസാനം എടുക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, ആദ്യം നമുക്ക് എളുപ്പമുള്ളത് പഠിച്ച് പോകാം. അല്ലാതെ ആദ്യമേ പാടുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് 9ഉം കൂടെ നോക്കാം. 9 3യെ പോലെയാണ്. സം ഓഫ് ഡിജിറ്റ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, എന്ത് നോക്കണം? സം ഓഫ് ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ഓർ നോട്ട്? ഈസ് എ
multiple of 9 or not. That's it. Sum of digits 9 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ yes it is divisible by 9. Okay, sum of digits 9 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ yes the number is divisible by 9. So ഞാൻ എന്ത് ചെയ്യുന്നു, 3 4 8 1 5 2 3 നമുക്കൊന്ന് ആഡ് ചെയ്യാം അല്ലേ. ഇത് 4 ആണ്. സോ 3 + 4 7, 7 + 8 15, 1 16, 21, 23, 26. 26 ആണ്. 26 9ൻ്റെ ടേബിളിലില്ല അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്പറിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അവസാനം ഞാൻ 4 കൊടുത്തു. അവസാനം 4 കൊടുക്കുമ്പം എനിക്ക് എന്ത് കിട്ടും, 27 എന്ന് കിട്ടും. യെസ് 27 ആണ്. 27 ഈസ് എ മൾട്ടിപ്പിൾ. 27 എനിക്ക് എങ്ങനെ എഴുതാം, 9 × 3 എന്ന് എഴുതാം അല്ലേ. I can conclude that 27 is a multiple of 9. Therefore, the given number is divisible by 9. Given number is divisible by 9. അല്ലേ. given number divisible by 9 ആണെന്ന് ചെക്ക് ചെയ്യണോ, ചെക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യാം. സോ 3 4 8 1 5 2 4 divided by 9. 9 3s are 27. 78. ഓക്കെ 8 താഴെ കൊണ്ടുവന്ന്. സോ 9 8s are 72. 6 1 താഴെ കൊണ്ടുവന്ന്. 9 6 are 54. 7 5 താഴെ കൊണ്ടുവന്ന്. 9 8s are 72. 3 2 താഴെ കൊണ്ടുവന്ന്. 9 3s are 27. 5 4 താഴെ കൊണ്ടുവന്ന്. 4 9 6 are 54 0. സോ നോക്കിയേ എന്ത് കിട്ടി, റിമൈൻഡർ ഈസ് 0 ആൻഡ് ദ ഹോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 അല്ലേ. സോ ഇവിടെ നോക്കുകയെ നമ്മൾ ഇത്രയും ചെയ്യണം അല്ലേ. ഈ ഒരു വലിയ നമ്പർ തന്നു കഴിഞ്ഞാൽ എക്സാമിനൊക്കെ ആണെങ്കിൽ ഇത്രയും ചെയ്യണം. നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത്രയും ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഡിജിറ്റിൻ്റെ സം എടുക്കുക. ഡിജിറ്റിൻ്റെ സം എന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ എന്ന് നോക്കുക. ഡിജിറ്റിൻ്റെ സമ്മ് മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ സ്ട്രെയിറ്റ് അവേ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഗോ വിത്ത് ദ ഡിവിസിബിലിറ്റി ഓഫ് 9. ദാറ്റ് ഈസ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് ഡയറക്റ്റ്ലി പറയാം. ഓക്കെ, ഇനി നമുക്കുള്ളത് ഡിവിസിബിലിറ്റി ഓഫ് 10 ആണ്. ഡിവിസിബിലിറ്റി ഓഫ് 10 നമുക്കറിയാം, ഒരു നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 0 ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ ഈസ് 0, ദെൻ ആ നമ്പർ എന്ത് വെച്ച് ഡിവിസിബിൾ ആയിരിക്കും, 10 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാഞ്ഞത്, മുമ്പേ 10ൻ്റെ കാര്യം പറയാഞ്ഞത്. കാരണം 10 നമുക്കറിയാം എന്തായിരിക്കും, ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ then we can conclude that the given number is a multiple of 10 or the given number is divisible by 10. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയായിരുന്നു, ഡിവിസിബിലിറ്റി ഓഫ് 6 സ്റ്റാർട്ട് ചെയ്തു. ഡിവിസിബിലിറ്റി ഓഫ് 6 എന്ന് പറയുന്നത്, if a number is divisible by both 2 and 3 then the number is divisible by 6. both 2 and 3 ആണ്. ഇപ്പോൾ 2 വെച്ച് മാത്രം ഡിവിസിബിൾ ആയ ഒരു നമ്പർ 6 വെച്ച് ഡിവിസിബിൾ ആകുമോ, ഇല്ല. ഇപ്പം ഞാൻ 20 എടുക്കുന്നു, 20 എന്താണ്, 2 വെച്ച് ഡിവിസിബിൾ ആണ്, പക്ഷേ 6 വെച്ച് ഡിവിസിബിൾ ആണോ, അല്ല. അതുപോലെ 27 എടുക്കുന്നു, 27 3 വെച്ച് ഡിവിസിബിൾ ആണ്, പക്ഷേ 6 വെച്ച് ഡിവിസിബിൾ ആണോ, അല്ല. സോ ദ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 3. ഓക്കെ, ദെൻ ഓൺലി വി ക്യാൻ സേ ദാറ്റ് എന്ത് 6 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയാം. 3യുടെ ഈവൻ മൾട്ടിപ്പിൾ എടുത്താലും മതി, അതും എന്താണ്, 6 വെച്ച് ഡിവിസിബിൾ ആണ്. നൗ കമ്മിങ് ടു 7 നമ്മൾ പറഞ്ഞില്ല. കമ്മിങ് ടു 8 എന്തായിരുന്നു, ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക. ഓക്കെ, ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്തിട്ട് അത് 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. ഓക്കെ, 9ൻ്റെ കേസ് എന്തായിരുന്നു, 9ൻ്റെ കേസ് സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്, സം ഓഫ് ഡിജിറ്റ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ എന്ന് നോക്കുക. ഇഫ് സം ഓഫ് ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 then എനിക്ക് എന്ത് പറയാം, യെസ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം.
സോ ഇത്രയാണ് നമുക്കുള്ള ഡിവിസിബിലിറ്റി റൂൾ. സോ ഇനി നമുക്ക് ഏതൊക്കെയുണ്ട്? 11, 7, 11 ആൻഡ് 13. സോ വി വിൽ കണ്ടിന്യൂ ദ ഡിവിസിബിലിറ്റി ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. സോ ഇത് നന്നായിട്ട് പഠിക്കുക, ഡിവിസിബിലിറ്റി ഒന്ന് റിവൈസ് ചെയ്യുക, അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്തൊന്ന് ശീലിക്കുക. യു ക്യാൻ കീപ് ദാറ്റ് മൊമെൻറ്റം ത്രൂ ഔട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് പിന്നെയും വരുന്നതെങ്കിൽ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻസ് ഉണ്ടാകും. സോ ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ്, മാക്സിമം 5 ക്വസ്റ്റ്യൻസ്, അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.